ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഹെൽത്തി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിറയെ പച്ചക്കറിയൊക്കെ ചേർത്ത് ചാമയരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി മില്ലറ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇത് കഴിക്കുന്നത് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ 1/2 ഗ്ലാസ് ചാമയരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ 2-3 വട്ടം ഒന്ന് കഴുകിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുതിർത്താൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ് ഇതുപോലെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരളവിൽ ചാമയരി എടുക്കുകയാണെങ്കിൽ 2 പേർക്ക് കഴിക്കാവുന്ന അത്രയും ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് പൊട്ടിച്ച ശേഷം ഇഞ്ചി അരിഞ്ഞതും ഒരു ചെറിയ സവോള അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും വേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതെല്ലാനും നല്ലപോലെ വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ചാമയരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ഗ്ലാസ് ചാമയരിക്ക് 1 ഗ്ലാസ് വെള്ളം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിളക്കി കൊടുക്കാം. വെള്ളം ഇതുപോലെ തിളച്ച് വരുമ്പോൾ കുതിർത്ത് വെച്ച ചാമ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വേവായിട്ട് വരും. കറക്റ്റ് അളവിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെന്തുടഞ്ഞ് പോവാതെ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കറക്റ്റ് വേവായിട്ട് കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരവിയത് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിന് കോമ്പിനേഷനായിട്ട് കടലക്കറിയോ പഴമോ മുട്ടയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ കൂടി എടുത്താൽ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.